ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും ജി കെ പ്രീവിയസിലേക്ക് സ്വാഗതം. നമുക്ക് തുടങ്ങാം. ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ലുധിയാന. ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വിശാഖ ദത്തൻ. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ആരാണ്? ധർമ്മരാജാവ്. അജന്ത എല്ലോറ ഗുഹകൾ ഏതു സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. അൽമാട്ടി ഡാം ഏതു നദിക്ക് കുറുകെയാണ്? കൃഷ്ണ. 2015 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ. ഖാന പക്ഷി സംഗീതം ഏതു സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? രാജസ്ഥാൻ. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായി. 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഗവർണർ. സുമിത്ര മഹാജൻ എത്രാമത്തെ ലോകസഭാ സ്പീക്കറായിരുന്നു? 16ാമത്തെ. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന പ്രതിഭാസത്തിന്റെ പേരെന്താണ്? പ്രകീർണനം. സിമെന്റ് സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തുവായ ജിപ്സത്തിന്റെ ശരിയായ രാസസൂത്രം എന്താണ്? CaSO4 2H2O. ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാണ്? 746 വാട്ട്. ഒരു വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാ? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചതാരാ? JW ഡൊബറൈനർ. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ് ഏതാണ്? ട്രിഷിയം. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ഏതാ? ജലം. വിറ്റാമിൻ B3 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? പെലഗ്ര. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ യഥാസമയം പരിശോധിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാ? എറണാകുളം. വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ ഗ്രലിൻ. മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കടൽ മത്സ്യകൃഷി. വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏതാ? സിഫിലിസ്. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമ്പലവയൽ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതാ? ഗ്ലോബുലിൻ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതായിരുന്നു? വാരണാസി. Thank you, my dear friends.